Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിശയിക്കുവേ. കാര്യം എന്നാണെന്നറിയോ, പരീക്ഷ ഇനിയിപ്പോൾ എനിക്കറിയാമല്ല ഞാൻ എന്നൊക്കെ ചെയ്യുമെന്നേ. സത്യം പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു 50% അല്ല, ഒരു 25% വെജിറ്റേറിയനും ചാറ് മാത്രം എടുത്താലേ. എന്നാൽ 75% നോക്കുവാണെങ്കിൽ നോൺ വെജുവാ. അതെന്നാ കറിയാന്നല്ലേ, അതൊരു പ്രത്യേക കറിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു കയ്യപ്പത്തം പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ അത് കൂടുതലൊന്നുമില്ല. പക്ഷെ കയ്യപ്പത്തം പറ്റുന്നതായിരുന്നു ഏറ്റവും നല്ല രുചിയായിട്ട് വരുന്ന ഒരു സാധനം. പണ്ടൊക്കെ എന്നെ ഒരു പ്രോവോബ് തന്നെ പറയുകയല്ലേ, കണ്ണുകൊട്ട മാങ്ങായിൽ എറിയുമ്പോൾ കിട്ടുമെന്ന് പറയുന്ന കൂട്ട് എനിക്കിത് കയ്യപ്പത്തം പറ്റിയതാണ് കേട്ടോ. അങ്ങനെ പറ്റിപ്പോയപ്പം എന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ച് കളയുന്നത്? അന്നേരം കളയാൻ നോക്കിയല്ലോ എന്ന് വെച്ചാൽ ഞാനത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തങ്ങ് എടുത്ത ഒരു കറിയാണ്. എന്ന് വെച്ചാൽ ഞാൻ അബദ്ധം പറ്റിയതാണെന്നൊന്നും വെളി മിണ്ടാതെ അന്നേ കൊണ്ട് ഡൈനിങ് ടേബിളെ വെച്ചപ്പോഴത്തേന് എല്ലാവരും അങ്ങ് കാര്യമായിട്ട് അങ്ങ് കഴിക്കുവാന്നേ. അന്നേരം ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് കറി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അന്നേച്ച് ഞാനുള്ള സത്യം എല്ലാം പറഞ്ഞു, ഇതാ സംഭവിച്ചത്. പക്ഷെ അത് പിന്നെ ഒരു കറിയായി മാറി. അതെന്നാന്ന് വെച്ചാൽ ഇപ്പം ആ കറിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാം അയ്യോ അങ്ങനെ ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഉണ്ടായി ഒരു കറി. അതാണ് ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കറി. എന്നാന്നോ ഇന്ന് ചെയ്യാൻ ഇഞ്ചി അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി വേണം. പിന്നെ അന്നേരം ഒരു ഇച്ചിരി പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ചല്ല, എന്നാ പറയുന്ന ഒരു ബൗളോളം വേണം. പിന്നെ വേണ്ടിയത് ഒരു ചെറിയ സവാള മതിയാവേ. പിന്നെ സാമ്പാറല്ലയോ, അന്നേരം പിന്നെ ഒരു ഇച്ചിരി മുരിങ്ങയ്ക്ക. പിന്നെ വേണ്ടിയത് എല്ലാ പൊടിയും വന്നു. അതേതാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി വേണം, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി വേണം, പിന്നെ അന്നേല് ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഒരു മുഴുത്ത തക്കാളിയാന്നേ, അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ചെമ്മീൻ അന്നേല് ഒരു എന്നാ പറയുക ഒരു 1/4 കിലോയോ അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയുക ഒരു 100-200 രൂപയ്ക്ക് മേടിക്കുക. അന്നേലും എല്ലാം കൂടെ പൊളിച്ച് വരുമ്പോഴത്തേന് വേണ്ട ഈ ബൗളിനോളോ കാണുകയുള്ളൂ. ഞാനിപ്പോൾ ആ കണക്കിനാണ് എടുത്തേക്കുന്നത്. പിന്നെ അന്നേരം സാമ്പാറല്ലേ, അന്നേരം ഒരു ഇച്ചിരി മല്ലിയില. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പരിപ്പ് ഇച്ചിരി നല്ലതായിട്ട് വേവിച്ച് വെക്കണം. ഒന്നെങ്കിൽ പച്ചമുളക് ഇട്ട് വേവിക്കുക. സാധാരണ നമ്മൾ പരിപ്പ് വയ്ക്കുമ്പോഴത്തേന് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തേച്ചാ നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. അങ്ങനെ ചെയ്തേച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാനൊരു ഇച്ചിരി വ്യത്യാസം വരുത്തിയേക്കുന്നത് എന്നാന്നോ, ചെമ്മീനല്ലയോ, അന്നേരം ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അബദ്ധം പറ്റിപ്പോയിട്ട് പിന്നെ നമ്മൾ ആ കറീനെ ഒന്ന് വൃത്തിയുള്ളൊരു കറിയാക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ കൂട്ടാട്ടോ. അതുകൊണ്ട് സാമ്പാർ പോലെ തന്നെയല്ല വയ്ക്കുന്നത്, എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ വേണം. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ തക്കാളി ഒത്തിരി ഇച്ചിരി കൂടുതൽ ഇടുവാന്നേൽ നമുക്ക് പുളി ഇച്ചിരി കുറയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഇച്ചിരി എടുക്കുന്നെങ്കിൽ നമുക്ക് ഈ സാമ്പാറിനുള്ള പിഴിപുളി ഇല്ലയോ, അത് ഇച്ചിരി. പിന്നെ അന്നേല് നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ്. കുറച്ച് കടുക്, പിന്നെ അന്നേല് കുറച്ച് വറ്റൽ മുളക്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കായം വേണം. അത് നമുക്ക് അന്നേരം ചേർക്കാൻ നേരം എടുത്തേച്ചാൽ മതി. പിന്നെ ഇതിനകത്തൊരു മെയിൻ കാര്യം, ഞാൻ പറയാത്തൊരു കാര്യം, എൻ്റെ അടുക്കൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയില്ല, കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാൻ ഇടുമെന്ന്. അത് വേണം കേട്ടോ. സാമ്പാർ ആന്നേലും നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഏതാന്നേലും ഇതിങ്ങനെ സൈഡിൽ വെച്ചേക്കണം, അല്ലേ ഒക്കുകയല്ല, ഒന്നും ശരിയാവുകയില്ല. പിന്നെ ആന്നേൽ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടെ ഞാൻ തരാം. നമുക്കൊരു ഈ സാധാരണ പണ്ട് അമ്മമാരൊക്കെ ആന്നേൽ ഈ 3 പൊടിയിട്ടേച്ച് ആ സാമ്പാർ വയ്ക്കുന്നേ. പക്ഷേ എന്നാലും ചിലപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുന്നത്, ഞാൻ ആന്നേലും വീട്ടിൽ ഇച്ചിരി വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം ആ സാമ്പാർ പൊടി ആന്നേലും ഒരു ഇച്ചിരിയൊക്കെ ഇടുവേ, എന്നാലേ ആ സാമ്പാറിൻ്റെ ടേസ്റ്റും വരത്തുള്ളൂ. പക്ഷേ എന്നാലും ചെമ്മീനിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി സാമ്പാർ പൊടി ഇടണം. അതേ കൂട്ട് തന്നെ നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന പോലെ ഒരു പൊടിക്ക് കായവും കൂടെ ചേർക്കണം. ഒത്തിരി അല്ല, സാമ്പാറിന് ചേർക്കുന്നതിൻ്റെ അത്രയും അല്ല, ഒരു ഇച്ചിരി. പിന്നെ ആന്നേല് ബാക്കിയെല്ലാം ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചേച്ചാന്നു നമ്മൾ കറി വാങ്ങേണ്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഓക്കെയല്ല, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാവോ,
പരിപ്പ് വേവിച്ച് വെക്കുക. അത് ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് വേവിക്കുക അന്നേരം അങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കൂട്ട് നമുക്ക് എല്ലാം ഒന്ന് കടു വറുത്തേച്ച് വഴറ്റിയൊക്കെ ചേർത്താലും മതി. 2 ഓപ്ഷൻസ് ഉണ്ട്. കടു വറുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ ഒഴിച്ചേക്കല്ല. കാര്യം എന്നാന്നോ, ഒരു ഇച്ചിരി കൂടി നമ്മൾ എന്നാ പറയുക, കടു വറുക്കാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കല്ലേ കടു പൊട്ടിച്ചെടുക്കുന്നത്. അത് ഒക്കെയല്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റാനുള്ളത് അതിൻ്റെ കൂട്ടത്തില്ല. അന്നേരം ഒരു ഇച്ചിരിയും കൂടി എണ്ണ ഒഴിച്ചേച്ചാൽ ആ ഉള്ളി എല്ലാം വഴറ്റാനുള്ള എല്ലാം കൂടെ വഴന്ന് കിട്ടാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചേക്കണം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കടുക്, ഒരു 2, 3, 4, 5 എത്ര ഇട്ടു കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വറ്റൽ മുളക്. അന്നേച്ച് ഈ കടുക് ഒന്ന് പൊട്ടിയേച്ച ശേഷം നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഈ സമയത്ത് ഒന്നെങ്കിൽ ഉലുവ തനിയെ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ചേർത്തേച്ചാൽ മതി. മസ്റ്റ് അല്ല. പിന്നെ ചിലർക്കാണെങ്കിൽ സാമ്പാർ വെക്കുമ്പോഴത്തേന് ഇച്ചിരി ഉലുവ ഇല്ലെങ്കിൽ വലിയ എനക്കേടാ. അന്നേരം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 ഉലുവ ഇട്ടോ ഈ നേരത്തെ, അല്ലെങ്കിൽ പൊടി ചേർക്കാം. ഇതിനകത്തോട്ട് ഞാൻ തീ അങ്ങോട്ട് കുറച്ചേച്ചാൽ 1 സ്പൂൺ ഇഞ്ചി, ഒത്തിരി വേണ്ട, ചെമ്മീൻ ആയതുകൊണ്ടാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. ഇച്ചിരി വെളുത്തുള്ളി, എരിവ് അനുസരിച്ച് എത്രയാ പച്ചമുളക് വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർക്കും. അന്നേച്ച് ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാണേ. ഇതിനകത്ത് ഇച്ചിരി ചെറിയ ഉള്ളി കൂടുതലാണ്. കുറച്ച് സവാള, ഒത്തിരി വേണ്ട. കാര്യം എന്നാന്നോ, ഉള്ളി കൂടുമ്പോഴത്തേന് ഏത് കറിയാന്നേലും ഇച്ചിരി മധുരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ചേർക്കണ്ട. കുറച്ച് നമ്മുടെ ചെമ്മീൻ എത്ര എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചേർത്തേച്ചാൽ മതി. അതിനുള്ളത് അന്നേച്ച്. ഇനി ഇതെന്നാന്നോ, ഒരു ഇച്ചിരി നമ്മൾ എന്നാ പറയുന്നത്, പച്ചക്കറിയൊക്കെ വഴറ്റുവേലേ സാമ്പാർ വെക്കാൻ നേരം. ചില നേരം നമ്മൾ വഴറ്റും, ചില നേരം വഴറ്റുവേല. എളുപ്പവഴിയാണ് മിക്കപ്പോഴേ. അന്നേരം ഇത് പക്ഷെ ഒക്കിയേല. ഈ പരിപ്പിനകത്ത് ഉള്ളിയിട്ട് വേവുവാന്നേല കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വെക്കുവാന്നേൽ ഉള്ളി ഒരു വേവ് വരണം. അതിന് വേണ്ടി അത്രയും മാത്രം ഒന്ന് വഴറ്റണം. പിന്നെ കറിവേപ്പില ഒന്നും ഇടുന്ന നേരവും കാലവും ഒന്നും ഞാൻ പറയുവേല. അതെൻ്റെ അടുക്കിലിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, അതിന് ഈ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നല്ല മണം വരും. അന്നേരം ഉണ്ടല്ലോ ഈ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ കറിക്ക് കുറച്ചുകൂടി ഒരു നല്ല മണമാണ്. ഒരുപാട് മൂപ്പിക്കേണ്ട, ഒരു എന്നാ പറയുക, ഒരു വാടിയ പരുവം മതി കേട്ടോ. അത്രയും മാത്രം മതി. ഈ ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലേ നമുക്ക് ഇനി മുരിങ്ങയ്ക്ക ഒന്ന് കീറിയിടാവേ. അത് മുഴുവനോടെ ആന്നേൽ കുഴപ്പമില്ല. എന്നാലും ഒരു ഇച്ചിരി എന്നാ പറയുക, ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക മൂപ്പ് കൂടുതലാന്നേ. അന്നേരം ഒരു ഇച്ചിരി കീറി ഇടുന്നത് നല്ല. എല്ലാവരുണ്ടല്ലോ വേവാനൊക്കെ ഒരു ഇച്ചിരി പ്രയാസമാണ്. തീരെ പിഞ്ചാന്നേൽ ആ തനിയെ അങ്ങ് മുഴുത്തായിട്ട് തന്നെ ഇട്ടാച്ചാൽ മതി. ഇതൊരു ഇച്ചിരി മൂപ്പ് കൂടുതലായതുകൊണ്ട് കീറി ഇട്ടേൽ അതിൻ്റെ ഉള്ളിലൊന്നും വേവുകയില്ല. ഇതിൻ്റെ കൂടെ ഇത് ഇച്ചിരി ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പക്ഷേ ഇച്ചിരി ഒന്ന് തീ കുറച്ചായിരുന്നേ. എന്നാന്നോ ആ ഉള്ളി എല്ലാം ഇച്ചിരി അങ്ങ് മൂത്ത് പോവും. ഇതിനകത്തോട്ട് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കണം. ഒരു ഇച്ചിരി നമ്മൾ എത്രയാണ് കണക്കൊരു സാമ്പാറിന് ചേർക്കുന്നതെന്ന് വെച്ചാൽ ആ കൂടത്ത് തന്നെ ചേർത്ത് വെച്ചാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അന്നേരം ആ ഒരു എരിവും കൂടെ നോക്കിക്കോണേ. പിന്നെ അന്നേരം ഒരു ഇച്ചിരി മല്ലിപ്പൊടി. ഇനി ആ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, ഒത്തിരി നേരം ഒന്നും എടുക്കുകയല്ല പൊടി മൂക്കാനായിട്ട്, ഒരു ഇച്ചിരി
ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തക്കാളി ഇടുക. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു മുഴുത്ത തക്കാളിയാണേ, അതങ്ങ് ചേർത്തു. ഈ തക്കാളി ആന്നേൽ നമ്മൾ ചേർത്തേക്കുന്ന ഒരു ഇച്ചിരി ഒരു വേവ് വരണം, എന്നേച്ചു ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്തേച്ചാൽ മതി. എന്നാൽ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ ഒക്കുകയില്ല. എന്നാന്ന് വെച്ചാൽ ആ തക്കാളി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ആയാൽ മതി, ഒരുപാട് വേണ്ട. കാരണം ചെമ്മീൻ ആന്നേൽ വേവ് ഉള്ളതാണ്, അന്നേരം തക്കാളി എല്ലാം വെന്തോളും. ഒരുപാട് മൂപ്പിച്ചാൽ എന്നാ പറ്റുന്നറിയോ, നമ്മൾ ആ പൊടിയും കൂടെ അങ്ങ് മൂത്ത് പോവേ. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ കൊഞ്ചിടുക. കൊഞ്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ അല്ല, ഒരു ഇച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി പരിപ്പും കൂടെ ഒഴിച്ചേച്ച് വേണം നമ്മുടെ കൊഞ്ചൊന്ന് വേവിക്കാൻ. കൊഞ്ച് നല്ല പെരണ്ടു, അതിനകത്ത് ആ നമ്മുടെ ആ പൊടിയും പരിപ്പിനകത്തും എല്ലാം നല്ലതായിട്ട് അങ്ങ് ചേർത്തേക്കുവാന്നേ. ഇനി ആ കൊഞ്ച് വേവാനായിട്ട് ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കാര്യം പിന്നെ നമുക്ക് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാന്നേ. അന്നേരം ഒത്തിരി വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ കൊഞ്ചേന്ന് അന്നേരം ഇച്ചിരി വെള്ളം ഇറങ്ങും. പിന്നെ അന്നേരം തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്മേലിട്ടേച്ചാൽ മതി, എന്നാലേ കൊഞ്ച് നല്ലതായിട്ട് വേവത്തുള്ളേ. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി ഉപ്പ്, ഒരു ഇച്ചിരി മല്ലിയില പിന്നെ ഇടണം, ഇപ്പോഴും ഇടണം. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ സിമ വെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ കൊഞ്ച് ഞാൻ പറഞ്ഞില്ലേ, കുക്കറയിലാന്നേൽ എനിക്ക് 100% ഗ്യാരണ്ടിയാണ് അത് നല്ല സോഫ്റ്റായിട്ട് വേവേ. പക്ഷേ നമുക്ക് അന്നേൽ ഇപ്പം ഇതില്ല ഞാൻ വെക്കുന്നത്, ഞാൻ 2 ഓപ്ഷൻസും പറയുന്ന. കുക്കറിൽ നമ്മൾ പരിപ്പ് മാറ്റിയേച്ച് ഇതേപോലെ കുക്കറിനകത്ത് ചെയ്തിട്ട് പരിപ്പും ചേർത്ത് നല്ലതായിട്ടൊന്ന് മുരിങ്ങയ്ക്കായും എല്ലാം ഇട്ടേച്ച് ഒറ്റ വിസിലെടുത്തേച്ചാൽ മതി. അപ്പോഴത്തേക്ക് നല്ലൊരു വേവ് ആ കൊഞ്ചിന് കിട്ടുന്നത്. എന്നാൽ ബാക്കി നമ്മൾ ചേർത്തേക്കുന്ന മുരിങ്ങയ്ക്ക മാത്രമേ ഉള്ളൂ, അതിന് വലിയ വേവൊന്നുമില്ല, അത് ഉടഞ്ഞു പോത്തുമില്ല. എന്നാൽ നല്ല ടേസ്റ്റ് വന്നു, അത് ഒറ്റ വിസിലെടുക്കുക. അതല്ല ഇതേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ കൊഞ്ച് വേവിച്ചെടുക്കണം. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇതെല്ലാം ചേർത്തേക്കുക. ഇനിയാന്നു ഒരു ഇച്ചിരി പുളി, അതായത് നമുക്ക് ഒരുപാട് വേണ്ട, തക്കാളി ചേർത്തത് കൊണ്ട് ഒരുപാട് വേണ്ട, ഒരു ശക്കലം പുളിയും കൂടെ ചേർക്കണം, എന്നാലേ ആ കൊഞ്ചയിലൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മൾ വാങ്ങാൻ നേരമൊക്കെ കായപ്പൊടി ഇടത്തുള്ളൂ, എന്നാലേ ആ മണം വരുവുള്ളേ. നല്ലതായിട്ട് തിളച്ച് വെച്ച് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ സിമ്മയിൽ വെക്കും, എന്നിട്ട് നമുക്ക് കൊഞ്ച് വേവിച്ചെടുക്കാം. ഇനിയാന്നു നമുക്ക് പിന്നെ വേണ്ടിയത് കുറച്ചൊരു തേങ്ങാപ്പാൽ. അത് ഒത്തിരി അല്ല, നമ്മൾ പിന്നെ ഈ സാമ്പാറിന് ഒരു ഇച്ചിരി ലൂസ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുകയല്ലേ, അതിന് പകരം കുറച്ച് കട്ടി തേങ്ങാപ്പാലാന്നേ. ഇപ്പം നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ കൊഞ്ച് വേവുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ആ സാമ്പാർ പരിപ്പ് നമ്മൾ ചേർത്തേക്കുന്ന വെള്ളവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആ നമ്മുടെ ഒരു സാമ്പാർ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു അയവ്, അത് നോക്കിയേച്ച് മാത്രം പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർത്തേച്ചാൽ മതി. അതല്ല ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ ഈ സാമ്പാറിന്. എന്നും നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ പച്ചക്കറി എല്ലാം ഇട്ടേച്ചല്ലേ വെക്കുന്നേ,
അന്നേരം ഇതൊരു വ്യത്യാസമായിട്ട് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യാസമായിട്ട് ഒരു സാമ്പാർ കൊടുക്കാനും നോക്കും. ഇനി ഇതിവിടെ കിടന്ന് തിളക്കട്ടെ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാമോ? പ്രശസ്ത സിനിമാ താരം കൊല്ലം തുളസിയാണ് വരുന്നത്. തുളസി ചേട്ടനെ പറ്റി പറയുവാന്നേൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് പറയാം. കാര്യം എന്താണെന്നറിയാം, ഏട്ടൻ്റെ എല്ലാ ഫിലിമിലും തുളസി ചേട്ടൻ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ തുളസി ചേട്ടന് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് എങ്ങനെയാണ്, ഒരു ഇച്ചിരി റൂഡായിട്ടല്ല ഉള്ള ക്യാരക്ടേഴ്സ്, വില്ലൻ ക്യാരക്ടേഴ്സാണ് ശരിക്കും നമ്മൾ കൂടുതലും തുളസി ചേട്ടനെ ഒത്തിരി പരിചയമേ. പക്ഷേ ഈ വില്ലൻ അദ്ദേഹം ഇങ്ങനെ വില്ലൻ ക്യാരക്ടർ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഉള്ളിനകത്ത് ഒരു കലാകാരനുണ്ട്, ഒരു പാട്ടുകാരനുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു തമാശക്കാരനാണ്. ഇത് മാത്രമല്ല ഒരു നല്ലൊരു കവിയും കൂടിയാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ കൂടെ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കാര്യം ഈ നമ്മൾ മിക്കപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ പുള്ളി ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ കാണുന്നത്. അന്നേരം നമ്മുടെ ആനീസ് കിച്ചണിൽ വരുമ്പം ടോട്ടലി ഡിഫറെൻറ്റ്. ഹൂ ഈസ് ഹി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഇവിടെ വരാമെന്ന് എന്നോട് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചായിരുന്നു എന്നാ ചേട്ടന് ഇഷ്ടമുള്ളത്, എന്നാ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെജിറ്റേറിയൻ എന്നതേലും വേണ്ട, നോൺ വെജിറ്റേറിയൻ എന്നതായാലും മതി, ഫിഷോ മീറ്റോ എന്നതേലും മതി. പക്ഷേ ഒരു കണ്ടീഷൻ എന്നാന്ന് വെച്ചാൽ ആരും കഴിക്കാത്ത ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്പെഷ്യലായിട്ടുള്ള ഈ നമ്മുടെ ചെമ്മീൻ സാമ്പാർ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും ഇത് നമ്മൾ ട്രൈ ചെയ്തതല്ലോ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ട്രൈ ചെയ്തില്ലേ. അന്നേരം പിന്നെ തുളസി ചേട്ടൻ വരുമ്പോഴത്തേന് അതിൻ്റെ അഭിപ്രായം കേൾക്കാവേ. ഇനിയുള്ള കാര്യം എന്നാന്നോ, ഇതൊന്നൊരു വേവണം, നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. ചുമ്മാ സാമ്പാർ കൊടുക്കുന്ന പോലെ ഒന്നും പ്രസൻറ്റ് ചെയ്യില്ല, കുറച്ചിട്ട് എന്നാ പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന കൂട്ടമൊക്കെ പ്രസൻറ്റ് ചെയ്യണ്ടേ. ഞാൻ നമ്മുടെ കൊഞ്ച് സാമ്പാറുണ്ടല്ലോ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ചെമ്പാവരിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിവിടെ ആണെങ്കിലും ഇച്ചിരി വൈറ്റ് റൈസ് ആണേ വെച്ചേക്കുന്നത്. ഇതിൻ്റെ കൂടി ഇച്ചിരി തോരനോ എന്നതേലും മതിയാവും. ഞാൻ പക്ഷേ സാമ്പാറിന് ബെസ്റ്റ് കോമ്പിനേഷൻ തൈരാട്ടോ. തൈരും ഒരു ഇച്ചിരി ഉപ്പും കൂട്ടി തിന്നാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. സാമ്പാർ റെഡിയാണേ. ഞങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും കൊല്ലത്തുനിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് ഇങ്ങി എത്തിയിട്ടെ തനിക്ക് വരെ സമയമായില്ല പോലും. അല്ലേ തനിക്കൊരു എല്ല് കൂടുതലാണ്. ഇവിടെ ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ ആഫീസ് പടിക്കൽ കയറി ഇറങ്ങുന്ന എംബോക്കുകളുണ്ടല്ലോ, കഞ്ഞിക്ക് വകയില്ലാത്ത രേമാൻ, അവരോട് മതി തൻ്റെ ഈ കളികളൊക്കെ. പറഞ്ഞു മനസ്സിലായല്ലോ? ചേട്ടാ എന്റെ പൊന്നെ ആനിക്കൊച്ചിനെ കണ്ടപ്പോ ആനിക്കൊച്ചന്റെ കെട്ടിയോനുണ്ടല്ലോ ഷാജി കൈലാസ്, അദ്ദേഹത്തിന്റെ കിങ്ങിലെ 2 ഡയലോഗ് ഓർമ്മ വന്നു പോയത് കാഴ്ചയില്ല. അവിടെ ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു. അതുപോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡയലോഗ് ഇത്ര കാണാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര ടേക്ക് എടുത്തു? 150 ടേക്കെങ്കിലും എടുത്ത് കാണും. ഭാര്യയുടെ മുമ്പിൽ ഒരൊറ്റ ടേക്കിൽ പറഞ്ഞോണ്ട് വരുന്നത് അങ്ങനെ ഒരുപാട് ടേക്കൊന്നും കൊടുത്തത്. ഇത് കാണാൻ പഠിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ദുബായിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ലൈവ് ഷോ ആയിട്ട് അവിടെ കാണിച്ചു, മിമിക്രി ആർട്ടിസ്റ്റ് കൂടെ. അങ്ങനെ പറഞ്ഞു പഠിച്ചു പോയത്. അപ്പൊ ഈ ഡയലോഗ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? ക്രിസ്ത്യാനിയാ ഇല്ലയോ? അല്ല, ഇത് മഹാത്മാ എന്ന അല്ലേ? അതെ ചേട്ടാ, ഇവിടെ നിന്ന് ചേട്ടൻ ഇങ്ങനെ ഡയലോഗ് എല്ലാം വന്നോണ്ടിരിക്കും. അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം. ചേട്ടന്റെ വിശേഷം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. നല്ല അടുക്കളയാണല്ലേ, ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച്. നല്ല അയ്യോ ഐശ്വര്യമുള്ള അടുക്കളയാണ് ഒരു വീട്ടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അതിൽ കുടുംബിനികളുടെ മനസ്സ്, കുടുംബിനികളുടെ വിജയം എന്ന് പറയുന്നത് നല്ല അടുക്കളയിൽ പാചകം ചെയ്ത് ഭർത്താക്കന്മാർക്ക് സ്നേഹമായിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. ഒരു വലിയ കാര്യമാണ്. അയ്യോ, ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ പോകുന്നുണ്ട് ഭഗവാനെ. അതുകൊണ്ട് ഇന്ന് എൻ്റെ അടുക്കളയിൽ ഒരു ജ്യേഷ്ഠ സ്ഥാനത്തല്ലേ ചേട്ടൻ വന്നേക്കുന്നത്. അന്നേരം എൻ്റെ അടുക്കളയിൽ വിശേഷങ്ങളും വിഭവത്തിനെ കുറിച്ച്, അത് സ്പെഷ്യലാന്നേ, എന്നോട് പറഞ്ഞില്ലായിരുന്നു ആർക്കും കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരണമെന്ന്. അന്നേരം ഞാൻ എന്നാ ഉണ്ടാക്കിയെന്നറിയാമോ? ചോറ്. ഓ അതല്ല, ഞാൻ കറിയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതെന്നാന്ന് വെച്ചാൽ ഇന്ന് ചെമ്മീൻ സാമ്പാറാ ചെയ്തത്. ചെമ്മീൻ സാമ്പാർ ആന്നു ഞെട്ടിയില്ലേ? ചെമ്മീൻ സാമ്പാർ ഞാൻ കണ്ടിട്ട് കൊതിയാവുന്നല്ലേ, കണ്ടോ? ഉള്ള കാര്യം അത് നല്ല പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുറമേയൊക്കെ കൊള്ളാം. അപ്പൊ നമുക്ക് അങ്ങോട്ടിരിക്കാം. അതാ, അല്ലെങ്കിൽ ഇനിയും ഡയലോഗ് പറയും വരൂ. ഓ, ഇപ്പൊ വിശക്കുന്നില്ലല്ലോ, ഇച്ചിരി കഴിഞ്ഞേച്ച് പോരെ. ഇനി കഴിഞ്ഞ എങ്കിലും മുമ്പിൽ ഭക്ഷണം വെച്ചിട്ട് വിശക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ അറിയാം. പക്ഷെ എന്നാലും എന്നാന്നറിയാവോ, ഞാൻ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞ എന്നാന്നറിയാവോ, ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ച് വില്ലൻ ടൈപ്പ് അല്ലേ? കുറച്ചല്ല,
മിക്കതും. എന്നാൽ ചേട്ടൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരുപാട് ആ ഒരു പദവിയിലല്ലേ സർ ചേട്ടൻ ഇരുന്നത്. അപ്പോഴത്തേക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഈ പബ്ലിക് വന്ന് ചേട്ടനോട് എന്നതേലും ഒരു കാര്യം ചോദിക്കുവാന്നേൽ അവർ കാണുന്നത് ഒരു വില്ലന്റെ ഒരു ഇതായിരിക്കുമല്ലോ, നാച്ചുറൽ ഒരു ക്യാരക്ടറല്ലേ ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വ്യൂവിൽ വന്നിട്ട് ചേട്ടനോട് വർത്താനം പറയുമോ എന്നേലും ചെയ്തിട്ടുണ്ടോ, പേടിച്ചിട്ടോ? അല്ല, നല്ലൊരു ചോദ്യമാണ് അത്. പലർക്കും അങ്ങനെ ഒരു ധാരണയിൽ വന്നിട്ടുണ്ട്. ഞാൻ കൈക്കൂലി പഠിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷേ കൈക്കൂലി എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കൈക്കൂലി പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇല്ല പടത്തിനകത്ത് കൈക്കൂലി പഠിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരാൾ വന്നാൽ ഒരാളുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് അതൊരു വേദനയാണ്, ഒരു നൊമ്പരമാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു അപേക്ഷകൻ അത് ഞാൻ കഴിയുന്നത് അപ്പം തന്നെ ചെയ്തു കൊടുക്കാമെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കും. അതിനകത്ത് നീറുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം കാണാനായിട്ട് ഞാൻ അതുകൊണ്ട് എടുത്തു കൊണ്ടുപോയി നടത്തുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിൽക്കാലത്ത് ഒരുപാട് ഗുണങ്ങൾ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൂ. എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഒരു വിൽ പവർ എന്ന് പറയാലോ, ആ ഒരു വേർഡിന് അത് തന്നെ, ആ ഒരു ഇതിന് വിൽ പവർ എന്ന് മാത്രമേ പറയാവുള്ളൂ. അതിനപ്പുറത്ത് വേറെ വാക്കില്ല. അത് ശരിക്കും നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം. ചേട്ടൻ ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്നും ഒരു മഹാരോഗത്തിലെ നമ്മുടെ ജീവിതത്തിൽ നിന്നേ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് ക്യാൻസറിനെ കുറിച്ച് പറയാൻ പാടില്ല. കാര്യം ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാരോഗമാണ്. ഇപ്പോഴും ക്യാൻസറിൻ്റെ കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ റിസർച്ച് നടക്കുന്നു. ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഭാഗ്യദോഷമാണെന്നാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണെന്ന് പറയുന്നു, പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് പറയുന്നു, അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട്. കൊച്ചുകുട്ടിക്ക് വരെ ക്യാൻസർ വരുന്നത് ഇതൊന്നും കാരണമാകുന്നില്ല. എന്തോ ഭാഗ്യദോഷമായിക്കോട്ടെ. ക്യാൻസറിനെ ശരിക്ക് സമയത്ത് കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ 50% മരണമാണ്. സത്യമാണ്. ഞാൻ ഒരു ആധികാരികമായിട്ട് പറയുന്ന വിധിക്കപ്പെട്ട ആളാണെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 50% മരണം തന്നെയാണ്. അത് സത്യവുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയത്ത് ഈ അസുഖം കണ്ടുപിടിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോഴേ സർവ്വവ്യാപകമായിട്ടിരിക്കുക ക്യാൻസർ. 20% ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെന്നാണ്. ഞാൻ ക്യാൻസർ വന്നതിന് ശേഷമാണ് ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ ഞാൻ ചേട്ടാ എൻ്റെ അമ്മയ്ക്കതായിരുന്നു, എൻ്റെ അമ്മാവനതായിരുന്നു, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾക്കുണ്ടായിരുന്നു. മിക്കവാറും ക്യാൻസർ ഇല്ലാത്ത ഭവനങ്ങൾ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഭയക്കുന്നുണ്ട് ആളുകൾ ഈ അസുഖത്തെ. ഈ അസുഖം വന്നാൽ മരണമാണെന്നൊരു ചിന്ത. ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ പോലും ആളുകൾ പോകാൻ മടിക്കുകയാണ്. സ്ത്രീകൾ പ്രധാനമായിട്ട് പോകാറില്ല. കാര്യം ക്യാൻസർ വന്നാൽ എന്നെ സമൂഹം വെറുക്കും, എൻ്റെ ഭർത്താവ് വെറുക്കും, എൻ്റെ കുട്ടികൾ വെറുക്കും എന്ന് ഭയന്നവരാരും പോകാറില്ല. എന്തായാലും അസുഖം ഉള്ളിലുണ്ടെങ്കിൽ അത് ഇരുന്ന് പഴകി അവസാനം കണ്ടുപിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഇത് മാറ്റാനും പറ്റത്തില്ല, സ്വത്തെല്ലാം നശിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അടുത്തുള്ള ഏറ്റവും ഡിറ്റക്ഷൻ ക്യാമ്പിൽ പോവുക, ക്യാൻസർ ഉണ്ടോന്ന് പരിശോധന വിധേയമാക്കുക. ക്യാൻസർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചികിത്സിക്കുക. ഇപ്പോൾ ചികിത്സിക്കാനുള്ള സകല സംവിധാനമുണ്ട്, ആശുപത്രിയുണ്ട്, സൗജന്യവുമാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. അതുകൂടെ ഒരു ഇതായിരിക്കട്ടെ, ഒരു മെസ്സേജും കൂടെ ആയിരിക്കട്ടെ. ക്യാൻസറിനെ ഭയക്കേണ്ട കാര്യമില്ല. ക്യാൻസർ എന്ന് എനിക്ക് വന്നപ്പോൾ ഞാൻ ഒന്നും ഭയന്നു. ആദ്യമേ ഭയന്നു. അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ ആദ്യമേ മാള അമൃതാനന്ദമ്മയോടെയാണ് ഈ വിവരം അറിയിച്ചത്. അമ്മയാണ് എന്നോട് പറഞ്ഞത്, മോനെ നിനക്കൊന്നും വരുത്തരുത്, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ ധൈര്യം അതായിരുന്നു. പിന്നെ ഞാൻ തെറാപ്പി ആയിട്ട് മാറി. കീമോതെറാപ്പിയോടൊപ്പം തെറാപ്പി കണ്ടുപിടിച്ച ആളാണ് ഞാൻ ധൈര്യമായിട്ട് നേരിട്ടു. എന്നെ കൊല്ലാൻ വന്ന മൂർഖൻ എന്ന ക്യാൻസറിനെ ഞാൻ കൊന്നു. പക്ഷേ പൊളവൻ ചുറ്റി കിടക്കുക, അത് തന്ന മറ്റു കുറച്ച് അസുഖങ്ങളുണ്ട്. അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. മരണം വരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. മരണം വരെ വേദനിച്ച് കഴിയുകയല്ല ഞാനിപ്പോൾ. മരണം വരെ സുഖമായിട്ട് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒരു ദുഃഖമുണ്ട്. ഈ ക്യാൻസർ എന്നെ ഒറ്റപ്പെടുത്തി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയത് സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തി, ബന്ധുക്കൾ, സ്വന്തക്കാർ, ഇന്ന് എൻ്റെ ഭാര്യയും മകളും പോലും എന്നെ ഒറ്റപ്പെടുത്തി. അവർ വരെ എന്നോട് ഉപേക്ഷിച്ച നിലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതെന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. എന്നെ മാത്രമല്ല, ഞാൻ പല കുടുംബങ്ങളിലും ക്യാൻസർ എന്നവരെ സമൂഹത്തിനാണ് ക്യാൻസർ എന്നൊരു കണ്ടെത്തൽ, ഒരു തിരിച്ചറിവ് എനിക്ക് വന്നു. നമ്മൾ കൂടെ നടന്നവർ, കൂടെ കുടിച്ചവർ, കൈപിടിച്ചുയർത്തിയവർ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയൊരു അനുഭവം എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും ക്യാൻസർ രോഗികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വേദനിക്കുന്നൊരു അനുഭവമാണ്. ഞാനിനി കൂടുതൽ കാലമൊന്നും ജീവിച്ചിരിക്കത്തില്ല. കൂടിപ്പോയ ഒരു 10, 30, 35 കൊല്ലമേ ഇരിക്കത്തുള്ളൂ. 35. ഇപ്പം 68ആയി. മതി. ഇപ്പം 68ആയി. ധാരാളം. വേണമെങ്കിൽ 2 കുറയ്ക്കുകയോ കൂട്ടിയോ എല്ലാം ചെയ്യാം. 2 കൊല്ലം കുറച്ചേക്കാം അല്ലേ?
കുറച്ച് 5 ആയിക്കോട്ടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത്രയും ധൈര്യമാണ് ഞാനുള്ളത്. ഞാൻ ധൈര്യമായിട്ടിരിക്കണം. ഏത് മരണത്തെ ഏത് സമയത്തും നേരിടാൻ തയ്യാറായി. എന്തിനാ മരണത്തെ നമ്മളിങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നും? മരണം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്തെ പോകും. നമ്മൾ എത്ര ഭയന്നാലും പട്ടി കടിക്കാൻ വരുമ്പോൾ പേടിച്ചോടിയാലേ പുറകെ ഇട്ട് കടിക്കും. അതുകൊണ്ട് പട്ടി തിരിഞ്ഞ് നിൽക്കണം, വാടാന്ന് പറഞ്ഞ് നിൽക്കണം. ഞാനങ്ങനെ നിൽക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ ദുഃഖമുണ്ട്. സിനിമാ രംഗത്തു നിന്നൊക്കെ എന്നെ വിളിക്കാറില്ല, ചാനലുകാർ വിളിക്കാറില്ല. അങ്ങനെയൊക്കെ ഒരു സ്വകാര്യ ദുഃഖങ്ങളാണ്. അപ്പോൾ നമ്മൾ രോഗിയായിട്ട് തള്ളി കളയുന്ന ഒരവസ്ഥ. അത് ക്യാൻസറിന് മാത്രമേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പെട്ടെന്ന് മരിക്കും, ഒരു പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് മരിക്കും, ഒരു ആക്സിഡൻറ്റ് വന്നാൽ പെട്ടെന്ന് മരിച്ചേക്കാം. പക്ഷേ ക്യാൻസറിന് മിനിമം 6 മാസമെങ്കിലും ഉണ്ട്. ഈ 6 മാസം കൊണ്ട് ക്യാൻസർ രോഗിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു തീർക്കാം. അവൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാം, പണ്ട് മാപ്പ് ചോദിക്കേണ്ടവർ മാപ്പ് ചോദിക്കാം, കടം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാം. അങ്ങനെ ഒരുപാട്. ഞാൻ പറയാം ഏറ്റവും നല്ലത് ക്യാൻസർ വരുന്നവരാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ, സ്ഥലങ്ങൾ പോകാനുണ്ട് അവിടെ പോകാം, വല്ലവരോടും ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി മാപ്പ് ചോദിക്കാം, സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് ആൽബം ചെയ്തില്ലേ, ഒരു പരാജിതന്റെ മോഹങ്ങൾ എന്നും പറഞ്ഞിട്ട്? അതിനകത്തിന് അങ്ങനെ ഒരു പേരിട്ട് അത് ഞാൻ ഈ ക്യാൻസർ ഒന്നും മരിച്ചു പോകുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. മരിച്ചു പോകും. അപ്പോൾ ക്യാൻസർ ഒന്നും ആരുമില്ല. എന്നെ രക്ഷിക്കേണ്ടവർ, ഞാൻ രക്ഷിച്ചവർ ആരും എൻ്റെ കൂടെ ഇല്ല. നമ്മുടെ ഭാര്യയില്ല, മകളില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ ഉപേക്ഷിച്ച ഒരു ദിവസമുണ്ട്. അപ്പോൾ ഞാൻ അനാഥനാണ്. അനാഥത്വത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ മരിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ നാളെ എൻ ശരീരത്ത് നിന്ന് ആത്മാവ് പോയിടുകിൽ 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമജപമെനിക്കേകണം നിത്യശാന്തിക്കൊരുപായമായി. ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയ നഗ്നത മറക്കേണം. 6 അടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കവിത അങ്ങ് എഴുതി. എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരു ദിവസം കൊണ്ട് ആ ഹീറോ ആയി. 0 ആയിരുന്നു ഞാൻ ഹീറോ ആയി. ഞാൻ പെട്ടെന്ന് കവിയായി. പക്ഷേ ഞാൻ ചത്തില്ല, ഞാൻ ചാവും. ഞാൻ അവസാനം ഞാൻ വേറൊരു കവിത എഴുതി, വേറൊരു ആൽബം ഇറക്കി. മരണത്തിനൊരു ചരമഗീതം. ഇല്ല മരിക്കില്ല, മരണം എനിക്കില്ല, മരണമേ വിടവിട. ഞാൻ ഇതുവരെ ഒന്ന് കൊതി തീർന്നൊരു ദിനം ജീവിച്ചിരുന്നില്ല, മതി തീർന്നൊരു ദിനം ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചൊരടിച്ചൊരു കാലക്കലക്കി. ഇപ്പം ഞാൻ ആ അവസ്ഥയിലാണ്. ആത്മവിശ്വാസമാണ് അനി ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെന്ന് പറഞ്ഞു. അത് പോയാൽ പോയി. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ശരിക്കും അത് സീരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. ചേട്ടൻ അതെല്ലാം ഭയങ്കര സ്പോർട്ടീവായിട്ടാണ് പറയുന്നത്. ശരിക്കും ഭയങ്കര തമാശ കലർത്തി അതൊക്കെ എല്ലാം പറയുന്നത്. ഈ നർമ്മബോധം എങ്ങനെ ചേട്ടാ വന്നേ? എൻ്റെ അമ്മ ഒരു തമാശക്കാരിയാണ്. അമ്മ എൻ്റെ അച്ഛനൊരു സംസ്കൃത അധ്യാപകനും. അമ്മ തമാശക്കാരി. അയലത്തൊക്കെ നാട്ടുപ്രദേശ അയലത്തെ പെണ്ണുങ്ങളെ കൂടി സ്കൂളിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ കൂടി ഓരോ കൊച്ചു. അപ്പോൾ അമ്മ ഒരു തമാശയൊക്കെ പറഞ്ഞു എല്ലാവരും. അപ്പോൾ ആ ഒരു അമ്മയുടെ യഥാർത്ഥ ഒരു ഇതുകൊണ്ട് എനിക്ക് സ്വരൂപം എനിക്കുണ്ട്. അപ്പം ഞാൻ യഥാർത്ഥം എനിക്ക് കോമഡി വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ എൻ്റെ മുഖത്ത് ഈ കള്ള ലുക്ക് കൊണ്ട് എപ്പോഴും മന്ത്രി വേഷവും MLA വേഷവും രാഷ്ട്രീയക്കാരുടെ വേഷവും. ഷാജി കൈലാസ് തന്നെ മന്ത്രി വേഷം കൊണ്ട് എന്നെ വിളിക്കത്തുള്ളൂ. അതെ തുളസി ചേട്ടനെ വിളി, അയാളെ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകണമെന്ന് ഉദ്ദേശിച്ചല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിലും ഇറങ്ങി. ഏറ്റവും വലിയ തമാശ അതാ. അപ്പൊ ചേട്ടൻ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കൂടുകയല്ലേ? അപ്പം വൈകുന്നേരമൊക്കെ കൂടി തമാശയൊക്കെ പറഞ്ഞു? അങ്ങനെയൊന്നുമല്ല. ഒരു തമാശകളൊക്കെ ചിരി ക്ലബ്ബൊക്കെ ഉണ്ട്, തമാശകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ എൻ്റെ ബുക്കുകൾ തുളസിയുടെ തമാശകൾ, തുളസിയുടെ ഫലിതങ്ങൾ, തുളസിയുടെ നർമ്മങ്ങൾ, എൻ്റെ NBS പ്രഭാതമൊക്കെ ഇറങ്ങിയ ബുക്കുകളുണ്ട്. ഇത് ശരിക്കും അനുഭവങ്ങൾ, എൻ്റെ കഥകളുണ്ട്. ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അനാഥാലയങ്ങൾ അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ അവരുടെ കഥകൾ, അവരുടെ വേദനിപ്പിക്കുന്ന ഓരോ കഥയാണ് ഓരോ ജീവിതവും. ഇപ്പം ആശാഭവൻ ഫോർ മെൻ ആൻഡ് വുമൺ, അനാഥാലയങ്ങൾ, ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. അതെല്ലാം പത്തറ്റിക്കാണ്. നമ്മൾ കേൾക്കുമ്പോൾ ആലോചിക്കാൻ പറ്റാത്ത കഥകളാണ്. ആ കഥകളാണ് എൻ്റെ കഥ പോലൊരു ജീവിതം എന്നൊരു ബുക്കുണ്ട്. പിന്നെ മറ്റേതെല്ലാം അനുഭവ നർമ്മങ്ങളാണ്. നർമ്മങ്ങൾ ഇപ്പം 2-3 ദിവസം മുമ്പ് നടന്ന ഒരു നർമ്മം പറയാം. ഞാൻ എന്നും നടക്കാൻ പോകുന്ന സ്കൂട്ടറിലാണ്. വീട്ടിൻ്റെ അവിടെ നിന്ന് കനകക്കുന്ന് അല്ല അവിടം വരെ നടക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു അരണ്ട വിളിച്ച് ഒരു 5-5:30 മണിക്ക് ഒരു ആട്ടോറിക്ഷ പെട്ടിയാട്ടയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് ഒരു പെട്ടിയാട്ട മുമ്പേ പോകുന്നുണ്ട്. കുറച്ച് അതിൻ്റെ പുറകെ ഞാനും കൂടെ പോയി വുമൻസ് കോളേജിൻ്റെ അവിടെ വന്നപ്പോൾ അതിനകത്തൊരു വലിയൊരു തടിയങ്ക താഴെ വീണ്. ഞാനത് വിളിച്ച് അയാൾ വിട്ട്, ഞാൻ പെട്ടെന്ന് എടുത്ത് എൻ്റെ സ്കൂട്ടറിൽ വെച്ചിട്ട് അയാളെ സ്പീഡ് വിട്ട് കുറച്ച് പോയപ്പോഴത്തേക്ക് വീണ്ടും രണ്ടാമത്തെയും കൂടെ വീണു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അത് എടുക്കണോ വേണ്ടയോ, ഇഷ്ടമില്ല, കഷ്ടം, അയാൾ വെക്കാൻ കൊണ്ടുപോയില്ലയോ ആട്ടോറിക്ഷക്കാരനില്ല. ഡേ എന്ന് വിളിച്ചിട്ട് അയാൾ നിൽക്കത്തില്ല. അയാൾ രണ്ടാമതും എടുത്ത് വെച്ച് മൂന്നാമത് മൂന്നാമത് ട്രാഫിക് ആരൻ്റെ വന്ന് മൂന്നാമത്തെയും വീണു.
ഞാനാണിത് എടുക്കണോ വേണ്ടോ എടുക്കണോ എന്ന് ചിന്തയായി, എടുക്കണോ വേണോ. അവസാനം അതും എടുത്തിട്ട് ഞാൻ ഭയങ്കര സ്പീഡ് വിട്ടു. ഇയാൾ വെച്ച് കാച്ചുക വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇയാളെ മുമ്പിൽ കൊണ്ട് കണ്ട് നിർത്തുന്നു. കണ്ടു എന്താ ഇവിടെ എന്നെ മനസ്സിലായത് എന്താ? ഞാൻ താൻ എന്ത് വണ്ടി കൊണ്ടുപോകും, എൻ്റെ പച്ചക്കറി എല്ലാം ഞാൻ താഴെ വീണുകൊണ്ട് കിടക്കുക. എന്തോന്നാ ഞാൻ അതിനകത്ത് 3 തടിയങ്കായ വീണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇയാളെന്നെ രൂക്ഷമായിട്ടൊക്കെ നോക്കി വണ്ടിയിൽ പോയൊക്കെ നോക്കിയിട്ട് എൻ്റെരിക്കുമെന്ന് പറയാം. ഇതിനകത്ത് 6 ഉണ്ടായിരുന്നല്ലോ, ബാക്കി 3 ഞാൻ പറഞ്ഞു ഞാൻ 3 കിട്ടിയുള്ളൂ. 6 ഉണ്ടായിരുന്നു, ബാക്കി 3 ഇവിടെ. ഞാൻ സത്യമായിട്ട് ഇയാൾ നോക്കിക്കണോ ഒരു ഉപകാരം ചെയ്തത്. ഞാൻ അവസാനം സ്കൂട്ടറൊക്കെ തുറന്ന് കാണിക്കേണ്ടി പിന്നെ ഇന്ന് ശരിയല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ 3 കൊണ്ട് പോയി. ഞാൻ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ തന്നെ വേലിക്കേരിക്കുന്ന എടുത്ത് വെക്കുന്ന ആളാ. ഒരു വല്ല കാര്യമുണ്ടോ, ഒരാളെ സഹായിച്ചതാ. ഇങ്ങനെയൊക്കെയുള്ള നർമ്മങ്ങളാണ്. ഒക്കത്തില്ല. ഇങ്ങനെയുള്ള കഥകളാണ് എൻ്റെ നർമ്മങ്ങളാണ്. കൂർക്കം വലി ഞാൻ കൂർക്കം വലിക്കും. ഭയങ്കര കൂർക്കമാണ്. ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ഷൂട്ടിങ് ജോഷി സാറിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 1:30 മണിക്ക് ഒരു ട്രെയിനകത്ത് കയറി ട്രിവാൻഡ്രത്തേക്കുള്ള. അതിനകത്ത് കയറി AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ അതിനകത്ത് കൂർക്കം വലി കേട്ട്. അപ്പം എനിക്ക് വല്ല കൂർക്കം വലി കൂട്ടല്ല ഇന്ന് ആ കൂർക്കം എൻ്റെ കൂറ് അയാൾ അക്കൗണ്ടിൽ കയറുമല്ലോ എന്ന് അങ്ങനെ സന്തോഷിച്ച് ഞാൻ എൻ്റെ സീറ്റ് പരതി ചെന്നപ്പോൾ അരണ്ട വെളിച്ചമേ ഉള്ളൂ. AC കമ്പാർട്ട്മെൻ്റ് ആയാലും ഒരു പെണ്ണുമ്പിള്ള അവിടെ ഇരുന്നുണ്ട്. എങ്ങനെ സഹിക്കും എനിക്ക് നാളെ രാവിലെ IMA പോയി ഇൻ്റർവ്യൂവിന് പോകണ്ട, എനിക്ക് ഉറങ്ങൊന്നും പഠിക്കാനും പറ്റുന്നില്ല, ഓരോന്ന് ഇറങ്ങും കുറയും. അവനൊക്കെ കാറി കൂടായോ ഡവനെ പ്രാവുക. ഞാൻ ചെന്ന് പറഞ്ഞു മാഡം എന്നെയാണ്. അയ്യോ തുളസി സാറേ, അയ്യോ അല്ല സാറേ മോൻ്റെ സാറേ ഒരുത്തം കിടന്ന് കൂർക്കം വലിക്കുന്നത് കണ്ടോ സാറേ. എന്ത് ചെയ്യുക സാറേ, ഞാൻ എൻ്റെ എല്ലാം പോയി ഞാൻ എങ്ങനെ ആരുടെ പൈസയ്ക്കുള്ളതാണ്. മാഡം ഞാൻ കിടന്നോട്ടെ. സാറ് കിടന്നോ പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. അവരങ്ങോട്ട് മാറിയിരുന്നു. പിന്നെ രാത്രി തുടങ്ങിയാണ്. രാത്രി 3, 3:30, 4 മണിയായപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഞാൻ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഈ പെണ്ണുപിള്ള അവിടെ ഇരിക്കുന്നു. അവിടുന്നുകൊണ്ട് അവർ പറയുക AC മെക്കാനിക്കോട് പറയാം ആദ്യത്തെ പോലെ പിന്നെയും സഹിക്കാമായിരുന്നു, ഇപ്പോൾ ഒരുത്തം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തല കൊടുത്തില്ല, തിരിച്ച് പോയി അപ്പുറത്തൂടെ പോയിരുന്നു. മറ്റേടത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നു തുടങ്ങി. കൊഞ്ച് കറി എനിക്ക് മേലെ ഞാൻ എന്തായാലും ഇനി വിളമ്പി വെച്ചോളൂ. അല്ല പറഞ്ഞതേ ഉള്ളൂ, ഇനി വിളമ്പി വെച്ചോളൂ. കൈ കഴുകണ്ടേ? സത്യത്തിൽ കൊള്ളാന്നോ? താങ്ക് യു. ഇനി എന്നാ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ. ആനീസ് കിച്ചണിൽ ആനി പ്രിപ്പയർ ചെയ്ത ഈ കൊഞ്ച് സാമ്പാറാണോ എന്നൊരു കറി നോട്ട്. ശരിയാ, സാമ്പാറിലുള്ള എല്ലാ ഐറ്റവും ഉണ്ട്, നല്ലതാണ്. ഇതിൻ്റെ ഒരു ഗുണം, സാമ്പാറിൻ്റെ ഗുണം ഒരു വശത്തുണ്ട്. സാമ്പാറിൻ്റെ പേച്ച് മാറി ഒരു ചെമ്മീൻ കറിയൊന്നും പേരിടാൻ പറ്റത്തില്ല. ചെമ്മീൻ കറിയാണ്, എന്നാൽ സാമ്പാർ ചെമ്മീൻ തന്നെയാണ്. അപ്പം 2 ഗുണവും 2 in 1. കറക്റ്റ്. ചേട്ടാ ഇതേപോലെ എന്നതേലൊക്കെ ഫുഡിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഫുഡുമായിട്ട് ബന്ധപ്പെട്ട തമാശകളോ എന്നതേലും അബദ്ധം പറ്റിയതായിട്ടോ എന്നതേലൊക്കെ ഉണ്ടോ? അന്ന് പറയാവോ? ഞാനൊരു സ്ഥലം, ഒരു രാജ്യത്ത് ഒരു വിദേശയാത്രയ്ക്ക് പോയപ്പോഴും ഈ ഷോ റൂമിനകത്ത് എന്തോ തന്നെ ഗ്ലാസ് വെച്ചിട്ട് അത് ഞാൻ ഓരോന്ന് പൊരിച്ചു വെച്ചുണ്ട്. നല്ലോണം ഞങ്ങൾ കണ്ട്. ഞങ്ങൾ 3 പേര് കൂടി അവിടെ കയറി. അവർക്ക് ഇംഗ്ലീഷ് ഭാഷ അവർക്ക് അറിയില്ല, അവരുടെ ഭാഷ നമുക്കും അറിയില്ല. ഞാൻ രാജ്യം പറയുന്നില്ല. അവിടെ ചെന്ന് കണ്ടു ചോദിച്ചു. നമ്മൾ തൊട്ട് കാണിച്ചു, വീഴുന്നു കൊണ്ട് കാണിച്ചു. അവിടെ കുറച്ച് കഴിഞ്ഞ് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ സുന്ദരമായ സാധനം കൊണ്ടുവന്ന് വെച്ചു. നമ്മളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് ഒരു മലയാളി വന്നു. തുളസി ചേട്ടാ എന്തൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞ ആഹാരം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അയാളുടെ ഫാമിലി ഉണ്ട് കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ ആസ്വദിച്ച് ഞങ്ങൾ 3 പേരും വളരെ മനോഹരമായി സാധിച്ച് കഴിച്ചു. അല്ല ക്രഷ് പോലെ സൗണ്ടാണ്. കയ്യെ കഴുകി ബില്ല് കൊണ്ടുവന്ന് ബില്ല് കൊടുക്കാനായിട്ട് കൗണ്ടറിൽ ചെന്നപ്പോൾ അയാൾ കൈ കഴുകിയിട്ട് അവിടെ വന്ന് പറയുക, ചേട്ടാ അതെങ്ങനെ ഉണ്ട് കഴിച്ച സാധനം? ഞാൻ പറഞ്ഞു അടിപൊളി സാധനം. അതെ, ഒരു തരം പുതിയ തരം പാമ്പാ അത്. അതൊരു പുതിയ വളർത്തു പാമ്പാ അത്. ചൈനയിലായിരുന്നു ഞങ്ങൾ പോയത്. ഇത് പറഞ്ഞ് കേട്ടതും കൂടെ വന്ന ആള് എന്ന് എടുപ്പെടുത്തു.
ഇത് കണ്ട് അടുത്ത ആക്കെടുത്തു. ഞാൻ പിന്നെ ഇച്ചിരി മനക്കെട്ടുള്ളവനാണ്. അതാണ് എനിക്ക് എടുപ്പ് വന്നില്ല. എനിക്ക് കിട്ടുന്ന ഒരു വിമരവും. ഞാൻ പറഞ്ഞു പാമ്പാങ്കിൽ പാമ്പ് ഇയാൾ പിന്നെ തരുകൂടെ ഇയാൾ പറഞ്ഞു പാമ്പ് ജോലിയോടാണ് ഇതൊക്കെ തിന്നിട്ടിരിക്കുമ്പോഴാണ് അതൊക്കെ പറഞ്ഞു. അയ്യോ ചേട്ടൻ കഴിച്ചിട്ടില്ല പാമ്പ. ഞങ്ങൾ പാമ്പാന്ന് അറിഞ്ഞൊന്നും കഴിച്ചതല്ല. കഴിച്ചു പൊരുത്തതിനിടയ്ക്ക് ഛർദ്ദിച്ചു. അങ്ങനെ ഒരു അബദ്ധമുണ്ട് ആഹാരത്തിന്റെ കാര്യം. അത് പോട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചേ ചേട്ടാ, ഈ ഫാസ്റ്റ് ഫുഡ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. ഒരിടെ മുക്കിന് മൂലയിലും എല്ലാം ഫാസ്റ്റ് ഫുഡ് ആയിരുന്നേ. ഇപ്പൊ നമ്മളെല്ലായിടത്തും മുക്കിന് മൂലയിലും ഇങ്ങനെ അറ്റം ഒരു ഗ്രാമത്തിനടുത്തോട് ചെന്നാലും നാടൻ ഭക്ഷണശാല എന്ന് എഴുതിയേക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഈ മലയാളിയൊക്കെ പേരുകളാണ് സഹിക്കാൻ വയ്യാത്തത്. അടുക്കള, വീട്ടുഭക്ഷണം, പിന്നെ വീട്ടിലെ ഊണ്, ഇതൊക്കെ തന്നെയാ ശരിക്കും നമ്മുടെ മലയാളികളുടെ ഒരു ഭക്ഷണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വരുന്ന ആളാണ്. പഴയ കപ്പയും മീനയും. രാവിലെ എഴുന്നേറ്റ് തലയത്തെ കപ്പ ചീനി, നമ്മുടെ അവിടുത്തെ ചീനി സ്വല്പം വളിക്കും. ഇച്ചിരി വളിച്ച കപ്പയും ഒരു കാന്താരി മുളകും ഒരു ഉള്ളിയും ഇച്ചിരി മോര് കാണും, തൈര് അങ്ങോട്ട് ഇട്ടിട്ട് ഉണക്കമീനുണ്ടല്ലേ, ഉണക്കമീൻ അങ്ങോട്ട് ചോട്ട ഇതങ്ങോട്ട് കുഴച്ച് അതിൻ്റെ രുചിയില്ല. പിന്നെ അതുപോലെ തന്നെ സ്വല്പം വളിപ്പ് വേണം, എന്നാലേ അതിന് സുഖമുണ്ട്. സ്വല്പം വളിപ്പ് അതിനകത്ത് നല്ലതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ ഇപ്പോഴും നമ്മൾ തമിഴ്നാട് ഷൂട്ടിങ്ങിന് പോയപ്പം അവിടെ പഴങ്കഞ്ചോറ തരുമായിരുന്നു. നമ്മളിപ്പോഴും അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇത് അപകടത്തിലേക്കാണ്. നമുക്ക് എന്താ ആളുകൾക്കും ബുദ്ധിമുട്ടാൻ വയ്യ, പ്രയാസപ്പെടാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ. അല്ല സർക്കാർ ഓഫീസ് ജോലി പോകുന്നു, തിരിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു, കഴിക്കുന്നു. അവർക്ക് ലാഭം, ഇവർക്കും ലാഭം, വയറിന് മോശം. സത്യമാണ്, വയറ് മോശമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ചിക്കൻ കൊടുത്ത് കൊല്ലുകയല്ലയോ നമ്മൾ കഴിക്കുന്നത്. പുതിയൊരു സൈസ് ബ്രോയിലർ, ഇപ്പോൾ പുതിയൊരു സൈസ് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കോഴിയെ ഇവിടെ തീറ്റ കൊടുക്കുക, ഇപ്പുറത്ത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുക, തീറ്റ കൊടുക്കുക, മുട്ട. ഈ മുട്ടയാണ് ഈ കുട്ടികൾ, അല്ലെ ഈ ചിക്കനെയാണ് കുട്ടികൾ കഴിക്കുന്നത്. അപകടത്തിലേക്ക് പോവുക. ക്യാൻസർ പേഷ്യൻസ് വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, അതൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഭക്ഷണം അത് വെച്ച് രുചികരമായിട്ട് കഴിക്കാൻ പഠിക്കുക, നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കുക. അല്ലാതെ ഇപ്പം ഓട്സ് എന്ന് പറഞ്ഞ സാധനം എന്ത് രസമാണ്. ഓട്സ് ഫൈബർ, അത് കണ്ട് പുട്ടുണ്ടാക്കാം, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം. അത് പലർക്കും അറിയില്ല. ഓട്സ് കാച്ചി കുടിക്കാനുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അതിനകത്തൊക്കെ ഉണ്ടായി കഴിച്ചാൽ അങ്ങനെ മാറണം, കൾച്ചർ മാറണം. ചേട്ടാ ഒരു സംശയം ചോദിച്ചില്ല, ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, ഈ സീരിയലൊക്കെ ചേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും നമ്മൾ ഈ കേൾക്കുന്ന റൂമറാണോ എന്ന് അറിയാൻ മേല, നമ്മൾ ഇച്ചിരി പ്രതിഫലം കൂട്ടി ചോദിക്കുവാന്നല്ലേ നമ്മളെ ശരിക്കും പെട്ടെന്ന് ഫോട്ടോ ഇട്ട് മാലയിടിക്കും. അങ്ങനെയുള്ളത് നേരാണോ? നേരാണോന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ അച്ഛൻ ഇറച്ചി തിന്നും, കള്ളം പറഞ്ഞാൽ അമ്മ അടി കൊള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടാ. അല്ല, നമ്മളിപ്പോൾ അതിൻ്റെ വിക്റ്റിമാണ്. ഞാൻ ആദ്യത്തെ സ്ത്രീ സീരിയൽ ആദ്യത്തെ വ്യക്തി ഞാനാണ്. സ്ത്രീ സീരിയലിൽ ഞാൻ ഗംഭീരമായ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചാണ്. അവസാനം എന്നെ കൊല്ലാൻ കാര്യം ഈ പറയുന്നത് ശരി തന്നെ. അന്ന് 1000 രൂപയായിരുന്നു അന്നത്തെ റേറ്റ്. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ 500 രൂപ കൂട്ടി തരാമെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കൂട്ടി തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2-3 പേരോട് യൂണിയൻ ചേർന്നു. പക്ഷെ അവന്മാർ കാര്യം മാറി. ഞാൻ അന്ന് വാക്ക് ഇരുന്നു. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഞാനത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ചെന്നില്ല. പിന്നെ എനിക്കൊരു മനസാക്ഷി കുത്തുണ്ട്. കാര്യം ആ സീരിയൽ എന്നെ ഒരുപാട് പോപ്പുലറൈസ് ചെയ്ത്. ഞാൻ ആദ്യമായിട്ട് കാറ് മേടിക്കുന്നത് അതിൽ നിന്നുള്ള റെമ്യൂണറേഷൻ കൊണ്ടാണ്. ശരിക്കും ആത്മാർത്ഥം 22 മണിക്കൂറൊക്കെ ഞങ്ങളന്ന് പണിതിട്ടുണ്ട്. ഇത് പോയി കുളിച്ചിട്ട് ഡബ് ചെയ്യുക, വീണ്ടും വരിക, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എറണാകുളത്ത് വെച്ചു. ശ്യാം സുന്ദർ ബാബു ഇപ്പം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട അവസാനം ഞാൻ പിന്നെ ഒരു മനസാക്ഷി കുത്തുണ്ട്, ചെല്ലാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഷൂട്ടിംഗ് സെറ്റ് ചെന്നപ്പോൾ ആദ്യമേ ചെല്ലുന്നത് എൻ്റെ പടത്തിനകത്ത് മാലയിട്ടിരിക്കുന്ന. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചോ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജഡം കിടക്കുന്നു. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചത് എന്ന് ഞാൻ പറയാനും കോസ്റ്റ്യൂമറായിരുന്നു. അവൻ ചാടി, സാർ മന്നിക്കണം സാർ, എന്നെ നിർബന്ധിച്ച് കിടത്തിയാണ് സാർ എന്നോടൊന്നും തോന്നി. അവൻ ചാടി എഴുന്നിട്ട് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ അന്ന് സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവനാകപ്പാടെ ഭയന്നു പോയി. അപ്പോൾ സാരമില്ല. അപ്പോഴവൻ ചേട്ടൻ മരിച്ച് ഞാനത് മാറ്റിക്കൂടായോ, അത് എടുത്തു കഴിഞ്ഞു, 2-3 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. കോർപ്പറേഷനിൽ ജോലി ചെയ്ത് റിട്ടയർ ആയതിനു ശേഷം എപ്പോഴെങ്കിലും ആരെങ്കിലും പിന്നെയും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു വരുമോ? അല്ലെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് ചെന്ന് ചേട്ടൻ്റെ ഇരുന്ന പദവിയിൽ ചേട്ടൻ്റെ ആവശ്യത്തിന് അങ്ങോട്ട് പോയി ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ ദുഃഖമാണ് ഫലം. അത് കാരണം ചോദിക്കാറില്ല. ആരും ഹെൽപ്പ് ചെയ്യല്ലേ? ഹെൽപ്പ് ചെയ്യുന്നതല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഒരുപാട് പേരൊക്കെ പോയി.
പിന്നെ പണമാണിപ്പോൾ, കൈക്കൂലിയാണ് ഏറ്റവും കൂടുതൽ. അതന്നെ ഏർപ്പാടാ. അത് മാറത്തില്ല, അത് ഇവിടെ നിന്ന് മാറില്ല. ഇപ്പോൾ പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ 100-100 രൂപ മേടിക്കുന്നത് അതല്ല തെറ്റ്. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലും എല്ലാ ഓഫീസിലും ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരല്ല, അതിനേക്കാൾ ഒരു കോടികൾ പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ കണ്ടില്ലയോ, ഓരോ കേസുകൾ കണ്ടില്ലയോ. അവിടെ മുമ്പിൽ ഇവനൊരു പാവപ്പെട്ട ഒരു പിയൂണ്ട് ഒരു 50 രൂപ പഠിക്കുന്നുണ്ട്, ഒരു ക്ലാർക്ക് ഒരു 100 രൂപ പഠിക്കേണ്ട തെറ്റ്. അവൻ്റെ ജീവിത ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൻ പഠിക്കുന്നത്. അവനെ പുറത്താക്കുക, കോടികൾ ഉണ്ടാക്കുന്ന ഇവർക്ക് ആ ഒരു ദുഷിച്ച് നാറിയ പ്രവണത നമ്മുടെ ഈ ഭരണരംഗത്തുണ്ട്. അത് മാറാത്തത്തോളം കാലം അഴിമതി അവിടെ നിന്ന് മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഇല്ലാതാക്കാതെ ഇവരെ കൊണ്ടിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷനിൽ ഇരുന്ന സ്ഥിതിക്ക് ചേട്ടൻ അതിനകത്ത് തെറ്റുകുറ്റങ്ങളും കള്ളത്തരവും എല്ലാം അറിയാവേ. ഇപ്പൊ ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് താനും. അഥവാ ചേട്ടൻ അഥവാ ഒരു മന്ത്രിയായാൽ എന്നൊക്കെ നടപടി എടുക്കും? അത് വകുപ്പ് അനുസരിച്ചിരിക്കും. ഏത് വകുപ്പ് എടുക്കാനായിരിക്കും ഇഷ്ടം? എൻ്റെ ഒരു പരിചയമൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പേ തരുത്തുള്ളൂ. ആദ്യം ഞാൻ ചെയ്യുന്ന ഈ പട്ടികളെ എല്ലാം കൊല്ലലായിരിക്കും. വെരി ഗുഡ്. ചേട്ടൻ തീരുമാനം എടുക്കോ? ഞാൻ ധൈര്യമായിട്ട് എടുക്കും. ഇവരൊക്കെ തന്നെ പേടിക്കുന്നത്? സത്യം. അതിനുള്ള ഊർജ്ജശേഷി, ആർജവശേഷി അവർക്ക് എന്താ ഇല്ലാത്തത്? ഇവരെന്തിനാ പേടിക്കുന്നത്? ഒരു സമൂഹം പറയുന്നില്ലേ, ഒരു പഞ്ചായത്ത് മെമ്പർ കൊന്നല്ല എന്ത് ചെയ്തു? ഒരു ഉലകം ചെയ്തില്ല. എന്തുകൊണ്ടതാ ചെയ്ത? ഇവിടെ നടക്കാൻ പറ്റുമോ? മൃഗങ്ങൾ ഇപ്പം മനുഷ്യരെ പേടിക്കാതെ പേടിച്ച് നടക്കാം, പക്ഷേ ഇവരെ ഇപ്പം പേടിച്ചാക്കാൻ നടക്കാൻ പറ്റുമോ? എന്തോ അവർ ചെയ്യുന്നത്? ഈ സർക്കാർ ഇപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തില്ലോ, ഒരു സ്ത്രീയെ കടിച്ചു കൊന്നിട്ട് ആ വിവരം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് മറച്ചു വെച്ചു. വലിയ തെറ്റാണ്. മനുഷ്യൻ്റെ പ്രാഥമികമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് ശുചീകരണമാണ്. ഇത് ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. സാനിറ്ററി ബോർഡിൽ നിന്നാണ് വളർന്നാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയെ കൊണ്ട്. അവൻ്റെ പ്രധാന ജോലി എന്നത് ശുചീകരണം. ഇപ്പോൾ ശുചീകരണം എവിടെ ഉണ്ട്? അപ്പോൾ അത് എന്താ പറയുക, ഈ പൊളിറ്റിക്സാണ് ഇവിടെ പൊളിറ്റിക്സാണ്. എങ്ങനെ ഭരണം ഭരിക്കാം, എങ്ങനെ ഭരണം നിലനിർത്താം, എങ്ങനെ മറ്റവനെ ഒതുക്കാം. യഥാർത്ഥ ഭരണമല്ല. അപ്പോൾ അവിടെ നമ്മുടെ നിയമം ഇവിടെ പോയി, നിയമം ഒരു വശത്ത് കിടക്കുമ്പോൾ നിയമത്തെ അതും പ്രകാരമല്ലോ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യമായാലും പല നഗരസഭകളും അവരുടെ അധികാരം എങ്ങനെ നിലനിർത്താം, അതാണ് അവർ ചിന്തിക്കുക. അല്ലെ എങ്ങനെ ഇവിടെ എങ്ങനെ സഹായിക്കാം, ജനങ്ങളെ എങ്ങനെ സഹായിക്കാം, ജനങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നല്ല ആലോചിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ സ്മാർട്ട് സിറ്റി കിട്ടാൻ വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് 1000 കോടി രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 1000 കോടി രൂപയ്ക്കുള്ള പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറയാം. എവർ കിടന്ന് ഓടുക, എന്ത് പ്രോജക്റ്റാണ് കൊടുക്കുന്നത്? അത്യന്തമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും, അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരിവിടെ ഇല്ലാതെ വന്നിടത്തോളം കാലം നമ്മുടെ രാജ്യം ഇതിനൊക്കെ പോകും. നമുക്ക് ഓരോ പൗരനും അതിൻ്റെതായ ധൈര്യം ഇല്ല, അത് നടക്കാത്ത കാര്യം. നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. അവസാനം നമ്മൾ എത്തുന്നത് എനിക്കറിയാമല്ലോ, ഓരോ ഇലക്ഷനും വരുന്ന ആര് ജയിച്ചാലും നമുക്ക് എന്തിനാ എല്ലാവരും പറയുന്നത് കാര്യം. അത്ര കണ്ട് ജനം മടുത്തു. ഒന്നും കിട്ടുന്നില്ല ജനത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സർക്കാരുകളായാലും കഴിഞ്ഞ സർക്കാരായാലും എല്ലാം. പക്ഷെ അത് നടപ്പിലാകുന്നില്ല. മോദി സർക്കാരായാലും ഒത്തിരി ആനുകൂല്യം പാവപ്പെട്ടവർക്കുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊന്നും അവർക്ക് അറിയില്ല ഇപ്പോഴും. പക്ഷെ ചേട്ടൻ ലൈഫിൽ ചേട്ടൻ ഇപ്പൊ പറയുന്ന ചേട്ടൻ ഒരുപാട് ലോൺലെസ് അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ചേട്ടന്റെ കൂടെ ഉറ്റ ഒരാളായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇല്ലേ? ഉണ്ട്. എൻ്റെ കൂടെ പണ്ട് പഠിച്ചവരും എൻ്റെ പണ്ടത്തെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാ കാര്യവും നമുക്ക് അവരെന്നെ ഇപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർ പല 1-2 സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവർ ഓടി വരും. പക്ഷേ അവരിപ്പോൾ കുടുംബമായി അപ്പൂപ്പനായി അമ്മൂമ്മയായിട്ടൊക്കെ കഴിയുന്ന ഒരവസരത്തിൽ അതല്ല, എൻ്റെ സന്തത സഹായിയായ ഒരു ഫ്രണ്ട് എനിക്കില്ല, ഇപ്പോഴില്ല, തിരുവനന്തപുരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മാറ്റം, കൊല്ലത്തേക്കൊരു മാറ്റം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരിച്ച് കൊല്ലത്തേക്ക് പോകാൻ ഞാൻ ഒരുപാട് തുറന്നു പറഞ്ഞു. വലിയ വിഷയം മാറ്റാം. ഞാൻ തുടങ്ങില്ല. അടുക്കളയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നത്, അതറിയാമോ? പിന്നെ അല്ലാതെ ഇതെല്ലാം പോട്ടെ, ഏറ്റവും ഒരു കാര്യം ചെയ്യണേ. ചേട്ടൻ എങ്ങനെ സിനിമയിൽ വന്നേ? സിനിമയിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചോണ്ടേ അഭിനയിപ്പിച്ച. ഞാൻ അക്കാര്യത്തിലെ ഭാഗ്യമാണ്. തമിഴിൽ ഞാൻ മെയിൻ വില്ലൻ ചെയ്തിട്ടുണ്ട്. തമിഴിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് അരുൾ പടത്തിനകത്ത് വിക്രമാണ് എന്നെ വിളിച്ചിപ്പിച്ചത്. അതിനകത്ത് മെയിൻ വേഷമാണ്, മെയിൻ വില്ലനാണ്. അതുപോലെ വേഷം ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടില്ല. വില്ലൻ വിക്രമിന് ഓപ്പോസിറ്റ് ചെയ്ത വേഷം ഇവിടെ ഉള്ളവർക്ക് എനിക്ക് തരാൻ ധൈര്യമില്ല. ചെയ്യുമെന്നൊരു ധൈര്യം അതുകൊണ്ട് തരാനുള്ള ധൈര്യപ്പെടണ്ടേ? ആ ധൈര്യം ആരും കാണിക്കുന്നില്ല. പിന്നെ അത് നമ്മുടെ ഏതെങ്കിലും പടം കണ്ടേച്ചാന്നോ പടത്തെ വിളിച്ചേ? അത് തമിഴില്. ഞാൻ പറഞ്ഞ മലയാളത്തിൽ എങ്ങനെയാ വന്നേ? മലയാളത്തിൽ ഞാൻ വന്നത്, മലയാളത്തിൽ അഭിനയ സാധ്യത ആദ്യമേ വന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഒരുമാതിരി ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ ഒരു സിനിമ കാണാൻ വന്നവൻ പിടിച്ച പ്രേം നസീറുമായിട്ടുള്ളായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ജോലി. അതൊരു അഭിനയം എന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ അവിടെ വന്നപ്പോൾ ഇരുന്ന് ഒരു മന്ത്രിയുടെ വേഷം, അതാണ് മന്ത്രിയുടെ വേഷം. പിന്നെ എഴുതാപ്പുറങ്ങളിനകത്ത് ജഡ്ജിയായിട്ട്, പിന്നെ ആഗസ്റ്റ് 1 CBI ഡയറി കുറിപ്പ്,
ഞാനൊക്കെ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു കോർപ്പറേഷൻ ജോലി ആയിട്ട് ഇരുന്നപ്പോൾ എൻ്റെ പ്രൊഫഷണൽ നാടകത്തിലിരിക്കുമ്പോൾ എൻ്റെ അഭിനയം കണ്ട ഒരാൾ വിളിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ചോദിച്ചു. ശാസ്ത ശശി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ശ്രീകുമാരൻ നമ്മുടെ യുവജനോത്സവം എന്നും പറഞ്ഞ സിനിമയിലാണ് ആദ്യം. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറാണ് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം എന്നെ ആദ്യമേ നോക്കിയിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? പുള്ളിക്കൊരു തലയെടുപ്പുണ്ടല്ലോ, അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, ഒരു മാറ്റവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നമുക്ക് ധാർഷ്ട്യമാണ് എന്നൊക്കെ തോന്നും, പക്ഷേ അദ്ദേഹം അതാണ്. ഇപ്പോഴും അതിന് മാറ്റമില്ല. ധാർഷ്ട്യമാണ് വലിയ ഇത്, പക്ഷേ അദ്ദേഹം ഉള്ള സിമ്പിളാണ്, ഉള്ള കാര്യം. അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നാടകാടനാണ്. ഡയലോഗ് പറയുമോ? ഞാൻ പറഞ്ഞു നാടകാടനാണ് എന്ന കാര്യത്തിൽ. അപ്പോൾ അന്ന് മോഹൻലാലുമായിട്ടൊക്കെ ഉള്ള ചീറ്റ് ചെയ്താണ്. പിന്നെ 4-5 സീനങ്ങൾ അടിച്ചു വിട്ടത്. കൊള്ളാം. ഞാൻ പറഞ്ഞു കൊള്ളാം. അദ്ദേഹം പിന്നെ അമ്മയെ ഭഗവതി എന്ന അടുത്ത പടത്തിൽ എന്നെ തന്നെ വിളിച്ചു. 3ാമത്തെ പടം ബന്ധുക്ക ശത്രുക്കൾ അദ്ദേഹം എന്നെ വിളിച്ചു വന്നു, സംസാരിച്ചു. അതാണ് അതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി. മദ്രാസ് എന്നെ വിളിപ്പിച്ചു, കഥ പറഞ്ഞു, അഡ്വാൻസ് തന്നിട്ട് പറഞ്ഞു അഭിനയിക്കണം. അതുപോലെ എനിക്ക് അനുഭവം വേറെ ആൾ. അന്നാണ് ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കുന്നത്. ഈ ചില ആളുകളെ കാണുമ്പോൾ എന്നെ കണ്ടാൽ അൽസേഷൻ പട്ടിയുടെ കൂട്ടിരിക്കും, കുരയ്ക്കും. പക്ഷേ ഞാൻ കടിക്കത്തില്ല. മമ്മൂട്ടിയെക്കുറിച്ച് പറയാമല്ലോ, മമ്മൂട്ടി വലിയ ജാടയാണ്. അത് സിമ്പിളാണ്. മോഹൻലാൽ ഇവരൊക്കെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ തോന്നും കടുവായെന്ന് തോന്നും, അല്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ എൻ്റെ ഞാൻ ബേസിക്കലി ഒരു നാടക നടനാണ്. എൻ്റെ അമ്മയുടെ അച്ഛനും സഹോദരങ്ങളൊക്കെ പഴയ നാടകങ്ങൾ, മേക്കപ്പും കത്തനും മൈക്ക് സെറ്റും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ കൂടെ ചെറുപ്പത്തിലേ പോയി ഇതൊക്കെ നാടകങ്ങൾ, ബാലയ, ഡാൻസൊക്കെ ഉണ്ട്. ഈ മടക്ക് കത്തനൊക്കെ ഉണ്ട് പിടിച്ച്. അവിടേക്ക് നിന്നാണ് ഞാൻ പഠിച്ചത്. അതാണ് നമ്മുടെ ഈറ്റില്ല. അവിടെ നിന്ന് പഠിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടോ. പിന്നെ എനിക്ക് സ്കൂളിൽ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി. പിന്നെ ജോലിക്ക് ആദ്യമേ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ ടാബ്ലോയാണ് കാണിച്ചത്. അല്ല, ആദ്യമേ 4ാം ക്ലാസ്സിൽ ഒരു ഫാൻസി ഡ്രസ്സ് കാണിച്ചു, ഹനുമാൻ്റെ. അത് മുഖത്തിന് വേറെ മാറ്റമൊന്നും വേണ്ടല്ലോ, ഒരു വാലൊക്കെ ഇട്ടുകൊണ്ട് കാണിച്ചു. കൊച്ചു പയ്യൻ. അന്ന് എനിക്ക് ആദ്യമായിട്ടൊരു കണ്ണാടിയാണ് കിട്ടിയത്. ആ കണ്ണാടി എൻ്റെ അമ്മാവനെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ദിവസം അമ്മായിക്ക് സമ്മാനിച്ചു. അമ്മാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളൂ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു ടാബ്ലോ എടുത്തു. അങ്ങനെ വന്നു. പിന്നെ ചെറിയ ചെറിയ ഏകങ്ങളെടുത്ത് ഞാൻ തന്നെ എഴുതി അഭിനയിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിവുണ്ടായിരുന്നു. കോളേജിലും ഒക്കെ ഇങ്ങനെ മൊണാലിസ ഞാൻ തന്നെ എഴുതി. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പഠിച്ച ഓഫീസ് ഉദ്യോഗസ്ഥനായിട്ട് കയറി. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് ജേർണലിസ്റ്റ് ഡിപ്ലോമ ഒക്കെ പാസ്സായ ഒരാളാണ്. ജേർണലിസം പാസ്സായി. ചുമ്മാ എഴുതാൻ അറിയാവുന്നേ, അല്ല, അത് ഇതൊക്കെ ബോൺ ടാലന്റ് ആണല്ലോ. അപ്പൊ അഭിനയം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ടാലന്റ് അല്ലല്ലോ. ഇപ്പൊ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് ടോട്ടൽ? പുസ്തകം എല്ലാം കൂടെ 10ഓളം എഴുതിയിട്ടുണ്ട്. NBS പ്രഭാത് ഒക്കെയാണ് പ്രസിദ്ധീകരിച്ചത്. എന്തായാലും ചേട്ടാ, എൻ്റെ അടുക്കളയിൽ വന്ന് ഒരുപാട് വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഐ എം സോ താങ്ക്ഫുൾ. ഒരു കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട്, ആനയോടും ഒക്കെ പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം കടന്നു പോകും. ഇതും കടന്നു പോകും. അച്ഛനും കടന്നു പോകും, അമ്മയും കടന്നു പോകും, സഹോദരങ്ങളും സഹോദരിയും അയൽക്കാരും അയൽവക്കക്കാരും സുഹൃത്തുക്കളും എല്ലാവരും കടന്നു പോകും. ഒടുവിൽ നമ്മളും കടന്നു പോകും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാതിരിക്കുക, ഒരു സന്തോഷത്തെക്കുറിച്ചും കൂടുതൽ ആഹ്ലാദിക്കാതിരിക്കുക, ഒരു നഷ്ടവും നഷ്ടബോധത്തോടെ സ്വീകരിക്കാതിരിക്കുക. എല്ലാം കടന്നു പോകും. ഈ ലോകവും പ്രപഞ്ചവും ഇങ്ങനെ തുടരും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആരും വ്യാകുലപ്പെടരുത്, ധൈര്യമായിട്ട് എല്ലാത്തിനെയും നേരിടുക എന്നൊരു സന്ദേശമാണ് എനിക്ക് ഈ ആനി കിച്ചണിലൂടെ എൻ്റെ സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്. നമസ്കാരം.